ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേറെ രീതിയിലും ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ വ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസറിന്റെ ഡാറ്റ മൊത്തമായിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ ആഡ് ന്യൂ യൂസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ആഡ് ആക്കുള്ള ഫീൽഡ് കിട്ടും. അപ്ഡേറ്റ് ഡിലീറ്റ് ചെയ്യാൻ രണ്ട് ബട്ടൺ ഡെം ആക്കിയിട്ട് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് രണ്ട് ഡമ്മി ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റ് ഡിലീറ്റ്. കഴിഞ്ഞ അപ്ഡേറ്റ് ഡിലീറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനാണ് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് യൂസർ എന്നുള്ള ഫീൽഡ് പേജ് ക്രിയേറ്റ് അപ്ഡേറ്റ് യൂസർ ആണ്. നമ്മളെ സെയിം കോഡ്, അതായത് അപ്ഡേറ്റ് ആഡ് യൂസറിന്റെ അകത്ത് എന്ത് ചെയ്യാം, ഈ സെയിം കോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷൻ കോപ്പി ചെയ്യാം. അതായത് അപ്ഡേറ്റ് യൂസറിന്റെ അകത്തും ആഡ് യൂസറിന്റെ അകത്ത് ഡിപിന്റെ അകത്തുള്ള സെയിം ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളെ സെയിം API വോളിയൂമും കോൺസ് യൂസർ സെറ്റ് യൂസർ ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം, സെയിം സാധനം ഇവിടെ കോപ്പി ചെയ്യാം. എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ആക്സിയോസ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ചേഞ്ച് ആക്കണം, ഇവിടെ പാത്ത് നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൗട്ടർ തരാം, ബാക്കെൻഡ് റൗട്ടിൽ നോക്കാം. അപ്ഡേറ്റ് ചെയ്യാൻ യൂസറിന്റെ അകത്ത് ID നമ്മൾ ഡൈനാമിക് ID കൊടുക്കണം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അപ്ഡേറ്റ് യൂസർ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഡൈനാമിക് നമ്മൾ ID പാസ് ചെയ്യണം. ഓക്കെ, യൂസറിന്റെ അകത്ത് വരികയാണെങ്കിൽ നമ്മൾ ID എങ്ങനെ പാരംസിൽ ഗെറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ട് യൂസർ ID, അതായത് ബാക്ക് ടെമ്പിൾ ലിറ്ററൽസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണ്ട്, നമ്മളെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെമ്പിൾ ലിറ്ററൽസോ ഐ തിങ്ക് ബാക്ടിക്കോ എന്തോ ഇതിന് നമ്മൾ പറയല്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട്, ID നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് ഡൈനാമിക് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സെയിം മെത്തേഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ സിംഗിൾ കോഡ്സിന്റെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കെൻഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ പാത്ത് യൂസറിന്റെ അകത്ത് എന്താ നമ്മൾ $ID യൂസറിന് ID നമ്മൾ പാസ് ചെയ്യണം. സോ ID നമ്മൾ എങ്ങനെ ഗെറ്റ് ചെയ്യണത്, പാരാമീറ്റർ ആയിട്ട് നമ്മൾ ID ഗെറ്റ് ചെയ്യണത്. ഓക്കെ, ID പാരംസ് ആയിട്ട് നമ്മൾ ഗെറ്റ് ചെയ്യണത് സെയിം നമ്മൾ സിംഗിൾ യൂസർ ഗെറ്റ് ചെയ്തത് അതേ മെത്തേഡ് തന്നെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്നത് നമ്മൾ ഹോമിന്റെ അകത്താണ്. നമ്മളെ ഹോമിന്റെ അകത്ത് ഒരു അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, യൂസറിന്റെ അകത്ത് നിന്ന് യൂസർ ഡോട്ട് ID പാസ് ചെയ്യണം. ഓക്കെ, യൂസർ ഡോട്ട് ID. അപ്പൊ ഇവിടെ നമുക്ക് പാത്ത് മാറ്റി കൊടുക്കാം. രണ്ടൊരു പാത്ത് സെയിം ആയതാണ് എന്താണ് അത് നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ യൂസറിന്റെ പകരം നമുക്ക് അപ്ഡേറ്റ് ABD യൂസർ കൊടുക്കാം, അപ്ഡേറ്റ് യൂസർ. ഓക്കെ, കോപ്പി ചെയ്യുക പാത്ത്, എന്നിട്ട് ആപ്പിന്റെ അകത്തേക്ക് വരാം. ജസ്റ്റ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം, എന്നിട്ട് നമ്മളെ അപ്ഡേറ്റ് യൂസർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം, അത് ഇമ്പോർട്ട് ചെയ്യാം. ഇത് പാത്തിന്റെ നമ്മളെ യൂസർ ഇവിടുത്തെ പാത്തും ബാക്കെൻഡ് പാത്തും തമ്മിൽ രണ്ടും ഡിഫറെന്റ് ആണ്, യാതൊരു കണക്ഷൻ തമ്മിലില്ല. നമ്മൾ റിയാക്ട് റൗട്ടറിന്റെ അകത്തുള്ള പാത്തും ബാക്കെൻഡത്തെ പാത്തും തമ്മിൽ ഡിഫറെന്റ് ആണ്, രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഓക്കെ, അത് ബാക്കെൻഡ് പാത്തും ഫ്രണ്ടിന്റെ പാത്തും തമ്മിൽ ആകെ കണക്ഷൻ ഉള്ളത് നമ്മളെ API കൂടെ ചെയ്യുമ്പോൾ പാത്ത് മാത്രമാണ് ബാക്കെൻഡിന്റെ പാത്ത് ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഹോമിനകത്ത് APD യൂസർ ID പാസ് ചെയ്തു. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ഫീൽഡ് വന്നു, സബ്മിറ്റ് വാല്യൂ കൊടുക്കും. അപ്പൊ ഞാൻ നെയിമിന് എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഞാൻ നെയിം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഞാൻ പേര് മാറ്റേണ്ടത്. മിനിറ്റ് ജസ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, ഫാമിലി നെയിം മാറ്റി കൊടുക്കുന്നുണ്ട്, സബ്മിറ്റ് ചെയ്തു. ഓക്കെ, കൺസോളിലൊക്കെ നമുക്ക് എന്തെങ്കിലും കൊടുത്തു നോക്കാം, ഡാറ്റ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. എന്ത് എറർ ഉണ്ട്,
ഇപ്പോൾ ബാക്ക് എൻഡിൽ ഡാറ്റ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂസർ റൂട്ടിനകത്ത് അപ്ഡേറ്റ് യൂസേഴ്സ്, ഓക്കെ യൂസേഴ്സ് ഉണ്ട്. ഓക്കെ യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൻ്റെ അകത്ത്, സോറി ആപ്പിൻ്റെ അകത്തല്ല, അപ്ഡേറ്റ് യൂസറിൻ്റെ അകത്ത് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, യൂസേഴ്സ് നോക്കാം. ഇനി ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് റീഫ്രഷ് ചെയ്യാം. ജസ്റ്റ് പേര് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്, ഷാമിൽ ആക്കി കൊടുക്കുന്നുണ്ട്. സ്റ്റിൽ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അവിടെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡിൽ നമ്മൾ എന്ത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത്, പുട്ട് മെത്തേഡാണ് യൂസ് ചെയ്യണത്. ഇവിടെ ഫ്രണ്ട് എൻഡിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഫ്രണ്ട് എൻഡിൽ ബാക്ക് എൻഡിൽ സെയിം മെത്തേഡ് നമ്മൾ HTTP മെത്തേഡ് കൊടുക്കും. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂ സോൾവ് ആവുള്ളൂ. അപ്പോൾ ജസ്റ്റ് പ്ലേസ് ഓർഡർ എന്നാണ് HTML കൊടുക്കേണ്ടത്. നെയിം മനസ്സിലാക്കണം ഇവിടെ എന്ത് വരുന്നത് എന്നുള്ളത്. പ്ലേസ് ഓർഡർ ഇമെയിൽ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്തു, അപ്ഡേറ്റ് എന്ന വാല്യൂ കാണുന്നുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഹോം പേജിലോട്ട് പോയേക്കാം. ഓക്കെ, ഹോം പേജിലോട്ട് വരുമ്പോൾ ഷാമിൽ നിന്ന് ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി വ്യൂ ചെയ്ത് നോക്കിയാലും ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലായിടത്തും ഡാറ്റാസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ള ഡിലീറ്റ് ആണ്. ഇപ്പോൾ ഡിലീറ്റ് എന്നുള്ളത് ജസ്റ്റ് ബാക്കിൻ്റെ റൗട്ട് വരാം. സെയിം അത് അപ്ഡേറ്റ് യൂസേഴ്സിന് അതേ മാത്രം നമ്മൾ എവിടെയുള്ളത്, ഡിലീറ്റ് യൂസേഴ്സിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡിലീറ്റ് നമുക്ക് സെപ്പറേറ്റ് പേജ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഡിലീറ്റ് യൂസർ ഡിലീറ്റ് ആയി പോകാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, 2-3 യൂസർ നമുക്ക് ആഡ് ആക്കാം. ഇവിടെ നമുക്ക് പ്ലേസ് ഓർഡർ കൊടുക്കാം. ആഡ് യൂസറിൻ്റെ അകത്ത് പ്ലേസ് ഓർഡർ നെയിം കൊടുക്കാം, പ്ലേസ് ഓർഡർ ഇമെയിൽ കൊടുക്കാം. ഓക്കെ, സബ്മിറ്റ് കൊടുക്കാം. ഡാറ്റ സ്റ്റോർ ആയി. ഓക്കെ, ഡാറ്റ സ്റ്റോർ ആയി. അപ്പോൾ വ്യൂ ചെയ്താൽ ആ ഡാറ്റ നമുക്ക് വ്യൂ ആയി കിട്ടും. ഇനി ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഹോം പേജിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഹോം പേജ് വരാം. ഓക്കെ, ഈ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്താ വേണ്ടി, ഫംഗ്ഷൻ വർക്ക് ആവേണ്ടി. ഓക്കെ, ജസ്റ്റ് നമുക്ക് റൗട്ടിങ് കാര്യം നമുക്ക് ഇതിന് ആവശ്യമാണ്. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ആകുമ്പോൾ ഒരു ഫംഗ്ഷൻ വർക്ക് ആവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഡെൽ യൂസർ നോക്കാം. ആ സിംഗിൾ ഫംഗ്ഷൻ ആക്കി കൊടുക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഓക്കെ, ഓക്കെ ഡെൽ യൂസർ നോക്കാം. ട്രൈ കാച്ച് മെത്തേഡ് കൊടുത്ത് ലോഗ് എറർ ലോഗ് ചെയ്യിപ്പിച്ചു. ഇനി കോൺസ്റ്റ് റെസ്പോൺസ് നമ്മൾ അവൈറ്റ് ആക്സസ് ഡോട്ട് ഡിലീറ്റ്. ഓക്കെ, നമ്മൾ HTTP മെത്തേഡ് ലോക്കൽ ഹോസ്റ്റ് സെയിം പാത്ത് തന്നെ 3000 യൂസേഴ്സിന്റെ അകത്ത് നമ്മൾ ID എന്തെങ്കിലും കൊടുക്കണം. ഓക്കെ, ഈ ID നമുക്ക് ഇവിടുന്ന് തരുന്നത്, നമുക്ക് ഡിലീറ്റ് യൂസർ എന്നുള്ള യൂസറെ ക്ലിക്ക് ചെയ്യുമ്പോൾ ID എന്ത് ചെയ്യണം, നമുക്ക് പാരാമീറ്റർ പാസ് ചെയ്യണം. അപ്പോൾ ID നമുക്ക് ഇവിടെ കൊടുക്കാം പാരാമീറ്റർ ആയിക്കാണ്ട്. ഇനി ഡെൽ യൂസർ നമുക്ക് ഗെറ്റ് ചെയ്യണം. ഈ ഡെൽ യൂസറിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഓൺ ക്ലിക്ക് കൊടുക്കുക. ആ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കോൾ ചെയ്യാം. ഓൺ ക്ലിക്ക് ഡിലീറ്റ് യൂസർ. ആ യൂസറിന്റെ അകത്തുള്ള ID നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് കൺസോൾ റെസ്പോൺസ് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, ഇനി ബ്രൗസറിൽ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ലാസ്റ്റ് ആഡ് ചെയ്ത് ഡാറ്റ ഡിലീറ്റ് ആയി നോക്കാം. യൂസർ ഡിലീറ്റഡ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, യൂസർ ഡിലീറ്റ് ആയി, പക്ഷെ നമുക്ക് ഇവിടെ ഷോ ചെയ്യിപ്പിക്കുന്നു. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ റിമൂവ് ആവും. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ
സ്റ്റേറ്റ് നമ്മൾ മാനുവലി നമ്മൾ റീഫ്രഷ് ചെയ്തിട്ട് മാനേജ് അപ്ഡേറ്റ് ആക്കണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ പാർക്ക് എന്നുള്ള ഡാറ്റ ഡാറ്റനെ ആഡ് ആക്കാം. സെയിം ഡാറ്റ ഒന്ന് ആഡ് ആക്കി വെക്കാം. ഓക്കെ, ഡാറ്റ സ്റ്റോർ ആയി. ഓക്കെ, അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഡിലീറ്റ് ആയി. പക്ഷെ ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റ് മാനേജ് ആയിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്യണം, എന്നാലും എന്താ ഉള്ളൂ, ഡാറ്റ ഡിലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നമ്മൾ റിഡക്സ് ടൂൾ കിറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ റിഡക്സ് ടൂൾ കിറ്റ് ആണ്. ജസ്റ്റ് ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ അതിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ യൂസേഴ്സിനും നമ്മൾ ഗെറ്റ് ചെയ്തു, ഡിലീറ്റ് യൂസർ ചെയ്തു, ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ ചെയ്തു, അപ്ഡേറ്റ് എങ്ങനെ ചെയ്യലെന്ന് ചെയ്തു, സിംഗിൾ യൂസറിനെ വ്യൂ ചെയ്യിപ്പിക്കാമെന്നും നമ്മൾ ചെയ്തു. ഓക്കെ, ഇവിടെ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്. എന്താണ് ഈ HTTP ലോക്കലോസ് 3000? ഇത്രയും സാധനം എല്ലാ API കളിലും കോമൺ ആണ്. അപ്പൊ ഇതെങ്ങനെ മാനേജ് ചെയ്യും? അതേപോലെ തന്നെ അപ്ഡേറ്റ് യൂസർ എടുക്കുന്ന അതിൻ്റെ അകത്തുന്നുണ്ട്, ഇതിലൊരു പാത്ത് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഡെക്സ് ടൂൾ കീറ്റ് ആണെന്നുണ്ട് ഒരു ലൈബ്രറി ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ബ്രൗസർ വരാം, ഡെക്സ് ടൂൾ കീറ്റ് ടൈപ്പ് ചെയ്യാം. npm ഇൻസ്റ്റാൾ റിഡക്സ് ടൂൾ കിറ്റും ഉണ്ട്, npm ഇൻസ്റ്റാൾ റിയാക്ട് റിഡക്സ് ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആക്കണം. ഇൻസ്റ്റാൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊരു ഇൻസ്റ്റാൾ ആക്കേണ്ട റിയാക്ട്, അതായത് ഫ്രണ്ട് എൻഡിന്റെ ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ആക്കേണ്ടത്. ഓക്കെ, കോപ്പി ഒന്ന് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത് ഇൻസ്റ്റാൾ ആക്കാം. ഓക്കെ, നമുക്ക് അടുത്തത് ഇൻസ്റ്റാൾ ആക്കാം. അതിന് വേണ്ടിയിട്ട് അത് കോപ്പി ചെയ്യാം. ഇൻസ്റ്റാളേഷന് കാര്യം കഴിഞ്ഞ് നമുക്ക് സെറ്റപ്പ് എങ്ങനെ നോക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ റിഡക്സിന്റെ ഇതിലോട്ട് തന്നെ വരാം. അപ്പോൾ ഉണ്ടാവും സ്റ്റാർട്ട് എന്ന് പറയാൻ മെത്തേഡ്സ് ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ടൂൾ കീഴിൽ സ്റ്റാർട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റോർ എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിയാക്റ്റിനകത്ത് നമ്മൾ പുതിയ റിഡക്സ് ആണ് എന്ത് ചെയ്യാം, സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. റിഡക്സ് സർസിന്റെ അകത്ത് റിഡക്സ് ആണ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. സർസിന്റെ അകത്ത് എന്നിട്ട് അതിന്റെ അകത്ത് എന്ത് ചെയ്യാം, സ്റ്റോർ ഡോട്ട് JS എന്നുള്ളത് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ കാണുന്നുണ്ട് കോൺഫിഗർ സ്റ്റോർ, എക്സ്പോർട്ട് സ്റ്റോർ, കോൺഫിഗർ റെഡ്യൂസേഴ്സ്. ഈ സെയിം മെത്തേഡ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ റിഡക്സിന്റെ സ്റ്റോർ കോൺഫിഗർ ചെയ്ത് വെച്ചു, പോയിട്ടുണ്ട്. ഇനി സ്റ്റോർ കോൺഫിഗർ ചെയ്ത് വെച്ചു. ഇനി അടുത്തതാണ് എന്ത്, നമ്മൾ നമ്മളിപ്പോൾ റിഡക്സിന് എന്ത് ചെയ്യണം, നമ്മൾ മൊത്തമായിട്ട് റിയാക്ട് മൊത്തം നമുക്ക് എനേബിൾ ആക്കി ഇടണം. ഓക്കെ, നമ്മൾ യൂസ് കോണ്ടാക്ട് യൂസ് ചെയ്ത് പ്രൊവൈഡർ കൊടുത്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിഡക്ഷൻ മൊത്തമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, app.js ചെയ്യാം. ഇമ്പോർട്ട് ചെക്ക് ചെയ്ത പോലെ വന്നിട്ട് ഓക്കെ,
പ്രൊവൈഡർ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ വേറെ എന്താണെന്ന് നോക്കാം. സ്റ്റോർ. ഓക്കെ, ഈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ക്രിയേറ്റ് ചെയ്ത സ്റ്റോറാണ്. അപ്പോൾ അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം? ഇമ്പോർട്ട് സ്റ്റോർ ഇമ്പോർട്ട് ചെയ്തെടുക്കാം. നമ്മളെ ഫയൽ നെയിം എങ്ങനെ നോക്കാം. ടെക്സ്റ്റിൻ്റെ അകത്ത് സ്റ്റോർ. ഓക്കെ, സ്റ്റോറിന് കോപ്പി ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യാം? ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടി നോക്കാം. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ എൻ്റെ ആപ്പിന് നമുക്ക് പ്രൊവൈഡറിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം നോക്കാം. എൻ്റെ ആപ്പിന് നമ്മൾ സ്റ്റോറിൻ്റെ അകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ ആപ്പ് നമ്മൾ എൻ്റെ ആപ്പ് ഏതാണ്? ഓക്കെ, ഇപ്പോൾ കാര്യം മനസ്സിലായി. നമ്മൾ ഈ രണ്ടര സാധനം കൊണ്ട് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം? മെയിൻ ഡോട്ട് ജെ എക്സിനകത്ത് വന്നിട്ട് ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആപ്പിനെ മൊത്തമായിട്ട് പ്രൊവൈഡറിൻ്റെ അകത്ത് നമ്മൾ റാപ്പ് ചെയ്ത് കൊടുക്കാം. പ്രൊവൈഡറിന് ഇനി പറഞ്ഞു കൊടുക്കാം. സ്റ്റോർ ഓക്കെ, ഫസ്റ്റ് സ്റ്റോർ പറഞ്ഞെങ്കിൽ പ്രൊവൈഡറിന്റെ സ്റ്റോറാണ്. സെക്കൻഡ് സ്റ്റോറാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സ്റ്റോർ. ഓക്കെ, പിന്നെ എന്താ നമുക്ക് ഓരോ സ്ലൈസസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിഡക്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? സ്ലൈസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസർ സ്ലൈസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസർ സ്ലൈസ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ജെഎസ്. ഓക്കെ, പിന്നെ സ്ലൈസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ വേണം നോക്കാം. ക്രിയേറ്റ് സ്ലൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഇമ്പോർട്ട് ഫ്രം ടെക്സ്റ്റ് ടൂൾകിറ്റ് കൊടുക്കാൻ. ക്രിയേറ്റ് സ്ലൈസ്. ഓക്കെ, എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്യണം. ഓക്കെ, കോൺസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യാം? ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ആക്കാം. ഇതിനകത്ത് നമുക്ക് ഇപ്പം എന്തല്ല യൂസറുണ്ട്. യൂസർ പറയുമ്പോൾ സിംഗിൾ യൂസറായിട്ട് വരുന്ന ഡാറ്റ. പിന്നെ യൂസേഴ്സ്. ഓക്കെ, MTR കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ഡാറ്റാസ് നമുക്ക് എന്താ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ടാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ലൈസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്ലൈസ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് കോൺസ്റ്റ് യൂസർ സ്ലൈസ് കൊടുത്തു. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ക്രിയേറ്റ് സ്ലൈസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യൂസ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇടാം. ഇതിനൊരു നെയിം കൊടുക്കാം. സ്ലൈസിന് നെയിം കൊടുക്കാം. അപ്പോൾ ഈ സ്ലൈസിന് ഞാൻ എന്ത് ചെയ്യണേ? യൂസറിന് നെയിം കൊടുക്കും. യൂസർ സ്ലൈസ് യൂസർ നെയിം കൊടുത്തു. ഇനി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈസിനകത്തുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ സെയിം നെയിം ആയതുകൊണ്ട് ഒറ്റൊന്ന് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് റെഡ്യൂസേഴ്സ് ഉണ്ട്. ഇതേപോലെ തന്നെ എന്തുണ്ട്? എക്സ്ട്രാ റെഡ്യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്ലൈസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ സ്ലൈസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വെച്ചാൽ ഈ API കോളിങ് കാര്യങ്ങളൊക്കെ ഒറ്റൊരു സിംഗിളാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ API കോളിങ് കൊടുക്കുന്ന അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? എല്ലാ APIൻ്റെ URL എന്താണ്? എല്ലാവർക്കും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ആക്കാൻ നോക്കാം. സെർച്ചിനകത്ത് വരാം. ലിബ് എന്നൊരു ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് എന്ത് ചെയ്യാം? API.js നോക്കാം. അവിടെ എന്ത് ചെയ്യാം? ആക്സിയോസ് ഇമ്പോർട്ട് ചെയ്യാം.
എന്നിട്ട് നമ്മൾ ആക്സസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബേസ് URL എന്ന് കൊടുക്കാം. ബേസ് URL ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേസ് URL വരുന്നതാണ്. നമുക്ക് നമ്മളെ API ക്രിയേറ്റ് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. എക്സ്പോർട്ട് കോസ്റ്റ് API എന്താണ് ആക്സിയോസ് ഡോട്ട് ക്രിയേറ്റ്. ഓക്കെ, ആക്സിയോസ് ക്രിയേറ്റ് എന്ന മെത്തേഡ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യാം ബേസ് URL എന്നൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഈ ബേസ് URL അകത്തോട്ട് നമ്മളെ ബേസ് URL എന്തെടുക്കാം ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ കുറെ മെത്തേഡ്സ് നമുക്ക് കുറെ ടൈപ്പ് കണ്ടന്റ് ടൈപ്പ് ഹെഡേഴ്സ് അതേപോലെ തന്നെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് അതിന്റെ ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് API നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണ്ട, നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ലോകത്ത് എന്ത് ചെയ്യണ്ട, റിപ്പീറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. ഇനി API ഡോട്ട് ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഇതൊന്ന് APIs നമുക്ക് ക്രിയേറ്റ് ചെയ്തോളും. യൂസർ സ്ലൈഡ്സ് കൊടുത്തു. ഓക്കെ, അതൊക്കെ റെഡി ആയി. നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ സ്റ്റേറ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, അതേപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സ്ലൈസ് നമുക്ക് നമ്മുടെ സ്റ്റോറിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം ആഡ് ആക്കണം. ഓക്കെ, എക്സ്പോർട്ട് ഡിഫോൾട്ട് അങ്ങനെ സ്റ്റോറിലോട്ട് ആഡ് ആക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ഡാറ്റാസും നമ്മൾ കളക്ട് ചെയ്യും. സ്ലൈസിനകത്ത് ഓരോ ഡാറ്റാസ് നമ്മുടെ സ്റ്റോറിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും സ്റ്റോറിൻ്റെ അകത്തോട്ട് നമ്മൾ ഓരോ സ്ലൈസിനും ആഡ് ആയി കൊടുക്കണം. യൂസർ സ്ലൈസ് ഡോട്ട് റെഡ്യൂസർ. ഓക്കെ, യൂസർ സ്ലൈസ് ഡോട്ട് റെഡ്യൂസർ എന്നുള്ളതിന് എന്ത് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റോറിലോട്ട് വരാം. സ്റ്റോറിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് റെഡ്യൂസേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം റെഡ്യൂസർ കൊടുക്കാം. ഇപ്പോൾ യൂസറിൻ്റെ ആയതുകൊണ്ട് എന്ത് ചെയ്യണ്ടേ ആ യൂസർ എന്നുള്ള ജസ്റ്റ് നെയിം കൊടുക്കണം. ഇമ്പോർട്ട് ഓക്കെ റെഡ്യൂസർ ഇവിടെ നമുക്ക് എന്ത് നെയിമിലാണ് നമുക്ക് എന്ത് ചെയ്യാം കോൾ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ സ്ലൈസിനും ഇങ്ങോട്ട് എന്ത് ചെയ്യാം ഇമ്പോർട്ട് ചെയ്തെടുക്കാം. യൂസർ ഡാറ്റ എന്ന് കൊടുത്താൽ എന്ത് ചെയ്യാം അവിടെ അതിന് റെഡ്യൂസർ നമ്മൾ യൂസർ ഡാറ്റനകത്ത് കൊടുക്കും. ഇനി നമ്മൾ എപ്പോൾ എന്ത് ആക്സസ് ചെയ്യണമെങ്കിലും യൂസറിൻ്റെ ആക്സസ് ചെയ്യണമെങ്കിലും സ്റ്റോറിനകത്തുള്ള യൂസർ ഡാറ്റൻ്റെ അകത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ഡാറ്റ അത് ഉണ്ടാവില്ല. ഓക്കെ, ഇനി യൂസർ സ്ലൈസിലോട്ട് വരാം. ഇനി നമുക്ക് ബാക്കിയുള്ള സെറ്റപ്സും കാര്യങ്ങൾ നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ്യൂസറിൻ്റെ അകത്ത് ഓരോ സ്റ്റേറ്റ്സ് മാനേജ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് വേറെ സ്റ്റേറ്റ് പറഞ്ഞാൽ സെറ്റ് യൂസർ എന്നുള്ള സ്റ്റേറ്റ് ക്രിയേറ്റ് ആക്കാം. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ സ്റ്റേറ്റിൻ്റെ അകത്ത് എന്തൊക്കെ വരും സ്റ്റേറ്റ് വരും ആക്ഷൻ വരും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ആക്ഷനാണ്. അവിടെ ഈ യൂസർ നടക്കുന്ന ആക്ഷൻ എന്ത് ചെയ്യല് ആക്ഷനകത്ത് വരല് സ്റ്റേറ്റിൻ്റെ അകത്ത് നിന്ന് വരില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഡാറ്റ ഇനീഷ്യൽ സ്റ്റേറ്റിലെ ഡാറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യല് സ്റ്റേറ്റിനകത്ത് വരല്. ഓക്കെ, ഇതെന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ നടക്കുകയാണ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസർ ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് ആ യൂസർ ഡാറ്റാസ് മൊത്തം നമുക്ക് കിട്ടും. അങ്ങനത്തെ ഓരോ ആക്ഷൻസ് മതി. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യും അല്ലെങ്കിൽ ഇത് നടക്കുമ്പോൾ ആക്ഷൻസ് എന്തുണ്ടാവില്ല ആക്ഷനകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റേറ്റിൻ്റെ അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം മൊത്തം ആഡ് ആയിരിക്കും. സ്റ്റേറ്റ് ഡോട്ട് യൂസേഴ്സ് നമ്മൾ യൂസേഴ്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണ്ടേ ആക്ഷൻ കൊടുക്കണ്ടേ. അപ്പോൾ ആക്ഷൻ്റെ അകത്ത് എന്തുണ്ടാവും പേലോഡിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല ഡാറ്റാസ് ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെ തന്നെ എന്തുണ്ടാവില്ല ആഡ് യൂസറിൻ്റെ കേസ് എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ ചെയ്യാം. ആഡ് യൂസറിന് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക, റെഡ്യൂസർ ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക സ്റ്റേറ്റ് ഡോട്ട് യൂസേഴ്സ് ഒരു പുതിയ യൂസർ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആക്ഷനിലോട്ട് പേരോട് ആ യൂസർ ഡാറ്റ എന്ത് ചെയ്താണ് നമ്മൾ കറണ്ട് യൂസറിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെ ഇതിനൊക്കെ നമ്മൾ ബാക്കിൽ നിന്ന് റെസ്പോൺസ് പാസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്. യൂസർ പോയി ഐഡിയ യൂസറിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി യൂസർ ആകുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഡാറ്റ സ്റ്റോർഡ് എന്ന് കൊടുക്കണം. അപ്പം ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം യൂസറിന് കൊടുക്കാം. ഓക്കെ,
അപ്ഡേറ്റഡ് ഡാറ്റ റെസ്പോൺസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത് അത് നമുക്ക് റിട്ടേൺ ഘടന കൊടുക്കാം. ഓക്കെ, അപ്ഡേറ്റഡിന് പകരം നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റ് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അപ്ഡേറ്റഡ് കൊടുക്കാം. അപ്ഡേറ്റഡ് നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസ് ആയിട്ട് പാസ് ചെയ്യാം. ഓക്കെ, നമ്മൾ സെറ്റ് യൂസറും ആഡ് യൂസറും ചെയ്തു, അതുപോലെ തന്നെ ബാക്ക് നമ്മൾ ക്ലിയർ ആക്കി. പിന്നെ ഇതെങ്ങനെ നമുക്ക് നമ്മളെ ഈ സ്റ്റേറ്റ്സ് കൊടുക്കും, സെറ്റ് യൂസർ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റും ആഡ് യൂസറും സ്റ്റേറ്റും നമ്മളെ റിയാക്റ്റിൻ്റെ അകത്ത്, അപ്പോൾ റിയാക്റ്റിൻ്റെ അകത്താണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെ ഹോമിൻ്റെ അകത്താണ് എന്തുള്ളത്, നമുക്ക് യൂസർ വ്യൂ ചെയ്തിട്ടുള്ളത്. സെറ്റ് യൂസർ എന്നുള്ള മെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റ് ഓൾ യൂസർ, ഈ സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ഇവിടെ എന്താ വേണ്ട, ആക്സസിൻ്റെ ആവശ്യമില്ല, ഈ പാത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി വന്നിട്ട് ബേസ് യൂആർഎൽ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ളത് API എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യേണ്ടത് ക്രിയേറ്റ് ചെയ്തു, API ഡോട്ട് ഗെറ്റ്. ഓക്കെ, API ഡോട്ട് ഗെറ്റ് എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് എന്തായി എൻ്റെ URL ഇപ്പോൾ ഇവിടെ നമുക്ക് ആക്സസിബിൾ ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ആണ് മാനേജ് ചെയ്യണം, യൂസേഴ്സിൻ്റെ അകത്തോട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റേറ്റ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യണം. അപ്പോൾ അതിനെന്താ മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റ് യൂസേഴ്സ് എന്നൊരു വേരിയബിളിനെ സെയിം ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ റിഡക്സിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, യൂസ് സെലക്ടർ എന്നൊരു മെത്തേഡ് ഉണ്ട് റിഡക്സിൻ്റെ അകത്തുള്ള, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ് ഡോട്ട് യൂസർ ഡാറ്റ എന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസർ കൊടുത്തപ്പോൾ എന്താ കൊടുത്ത് ഡാറ്റ, അത് ഡോട്ട് യൂസേഴ്സ് സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റിനകത്ത് എന്താണ് യൂസർ ഡാറ്റ എന്ന റെഡ്യൂസറിന് സ്റ്റോറിന് നെയിം കൊടുത്തല്ലോ, അത് യൂസർ ഡാറ്റ. പിന്നെ ഈ യൂസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈസിൻ്റെ അകത്തുള്ള ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് യൂസേഴ്സ്. ഓക്കെ, നമ്മൾ സെറ്റ് യൂസേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, റിഡക്സിൻ്റെ അകത്തുനിന്ന് ഒരു ഡാറ്റ നമ്മളൊരു കോമണിലോട്ട് നമുക്ക് എത്തിക്കണം. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂസേഴ്സും നമ്മൾ ഗെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സെറ്റ് യൂസേഴ്സ് തന്നെ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ യൂസ് സ്റ്റേജിലൂടെ നമ്മൾ പാസ് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്. ഇനി യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിഡക്സിൻ്റെ അകത്തോട്ട് നമുക്ക് സ്റ്റേറ്റ് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു സാധനം നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണം, ഡിസ്പാച്ച്. ഓക്കെ, കോൺസ്റ്റ് ഡിസ്പാച്ച് യൂസ് ഡിസ്പാച്ച്. ഓക്കെ, ഡിസ്പാച്ച് ചെയ്യാം. ഡിസ്പാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേറ്റിൻ്റെ അകത്തോട്ടുള്ള മാനിപ്പുലേഷൻ നടക്കും. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഡിസ്പാച്ച് യൂസ് ചെയ്താൽ നമുക്ക് അതേ ഉള്ളൂ, ആക്ഷനോട്ട് പാരോടും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പറഞ്ഞു കൊടുക്കണം എന്ത്, ഡിസ്പാച്ചിൻ്റെ അകത്തേക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, നമ്മൾ ഡാറ്റ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഡിസ്പാച്ചിനകത്തോട്ട് നമുക്ക് എന്താ, ഡിസ്പാച്ചിനകത്ത് നമ്മളിപ്പോൾ എന്താ കൊടുത്തുള്ളത്, സെറ്റ് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് യൂസേഴ്സ് തൽക്കാലം കൊടുക്കുന്നുണ്ട് റെസ്റ്റ് ഡോട്ട് ഡാറ്റ. അപ്പോൾ നമ്മൾ സെറ്റ് യൂസേഴ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റ് യൂസേഴ്സ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, എല്ലാ നമ്മൾ റെഡ്യൂസേഴ്സ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സെറ്റ് യൂസേഴ്സ് ആഡ് യൂസർ വേണ്ടത് യൂസർ സ്ലൈസ് ഡോട്ട് ആക്ഷൻസ്. ഓക്കെ, സ്ലൈസിനകത്തുള്ള ആക്ഷൻസിന് എന്ത് സെറ്റ് യൂസേഴ്സ് കൈ വരുന്നു, നമ്മളെ ഈ ആഡ് യൂസറും. ഓക്കെ, ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ നോർമൽ നോക്കുകയാണെങ്കിൽ റിഡക്സ് അവിടെ കിടക്കുന്നത് SRCൻ്റെ അകത്ത് നമ്മൾ റിഡക്സ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഈ SRCനെ പുറത്തോട്ട് ഇടാം. ഓക്കെ, ഈ പബ്ലിക് ഓഡബിൾസ് ഈ ഒരു സ്ട്രക്ചറിൽ എന്ത് ചെയ്യുക, റിഡക്സിനെ യൂസ് ചെയ്യാം. എന്നിട്ട് ഹോമിൽ വന്ന് മെയിൻ റോഡ് ചേഴ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുത്തെ പാത്ത് ചേഞ്ച് ആക്കി കൊടുക്കാം സ്റ്റോറിൻ്റെ.
അതേപോലെ തന്നെ ഹോമിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ പാത്തും ചേഞ്ച് ആക്കി കൊടുക്കാം. ഓക്കെ, സെറ്റ് യൂസേഴ്സിന്റെ ഇതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്തു സെറ്റ് യൂസേഴ്സിനകത്ത് എന്ത് ചെയ്തു, ഗെറ്റ് ഓൾ യൂസറിന് കിട്ടുന്ന ഡാറ്റിന് സെറ്റ് യൂസേഴ്സിന്റെ അകത്തേക്ക് എന്ത് ചെയ്തു, നമ്മൾ ഡാറ്റ പാസ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ സെറ്റ് യൂസേഴ്സിന്റെ അകത്തോട്ട് പോകുമ്പോൾ റിഡക്സിന്റെ അകത്ത് സ്ലൈസ്, സെറ്റ് യൂസേഴ്സിന്റെ അകത്ത് എന്തുണ്ട്, സ്റ്റേറ്റ് ടു യൂസേഴ്സ്, യൂസേഴ്സ് എന്ന സ്റ്റേറ്റിന്റെ അകത്ത് എന്തുണ്ട്, ആക്ഷൻ ടു പേലോഡ്, അവിടെ നിന്നുള്ള റെസ്പോൺസിബിൾ ഡാറ്റ കിട്ടുന്ന എല്ലാ ഡാറ്റിനും എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റഡ് യൂസേഴ്സ് എന്നുള്ള ഡാറ്റിന്റെ അകത്തോട്ട് ആഡ് ചെയ്യും. അത് യൂസേഴ്സ് എന്നുള്ള ഇതിനെന്ത് ചെയ്യും, ക്യാരന്റെ അകത്തേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഡാറ്റ നമ്മൾ യൂസേഴ്സ് നമ്മൾ ആക്സ് ചെയ്യണം. യൂസർ സ്റ്റേറ്റ് യൂസർ ഡാറ്റ പ്രൊഡ്യൂസറിന്റെ അകത്തുള്ള യൂസേഴ്സ് എന്ന സ്റ്റേറ്റ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും റിഡക്സ് ടൂക്കിൽ യൂസർ സ്റ്റേറ്റ് മാനേജ് ചെയ്യണം. ഓക്കെ, ഇനി ഈ സെയിം മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാനുള്ളത് ഡിലീറ്റ് നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഇത്രയും റിമൂവ് ചെയ്തിട്ട് നമ്മൾ API നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. API എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, API ഡോട്ട് ഡിലീറ്റ്. ഇനി നമുക്ക് നമ്മൾ പാത്ത് കൊടുക്കാം. യൂസേഴ്സിന്റെ അകത്ത് ID. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ യൂസറെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ കാര്യങ്ങൾ നടക്കണം. അപ്പൊ അതിനുള്ളത് കൂടെ നമ്മൾ എഴുതിയിട്ടില്ല. ആഡ് യൂസറിനെ എഴുതി, സെറ്റ് യൂസേഴ്സിനെ എഴുതി, ഇനി ഡിലീറ്റ് യൂസറിനെ ഏതാണ്, അപ്പൊ ഡെല്ല് യൂസർ എന്ന് കൊടുത്ത് ഡിലീറ്റ് യൂസറിന് കൊടുത്ത് സ്റ്റേറ്റ് ആക്ഷനും ഉണ്ടാവും. ഓക്കെ, സ്റ്റേറ്റ് ഡോട്ട് യൂസേഴ്സ് ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്യണം. എന്നിട്ട് എന്താണ്, ഡിലീറ്റ് ചെയ്ത ഐഡിയ മാത്രം ഇങ്ങോട്ട് ബാക്കിയുള്ള ഐഡിയ മൊത്തം വെക്കണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ സ്റ്റേറ്റ് ഡോട്ട് കറന്റിലുള്ള ഇതിനെ മൊത്തം ഫിൽട്ടർ ചെയ്യാൻ ഫിൽട്ടർ. ഓക്കെ, യൂസർ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കും. നമ്മൾ പക്ക ജാവാസ്ക്രിപ്റ്റ് കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഒഴിവാക്കലാണ് നമ്മളെ ഡിലീറ്റ് ആക്കിയ, സോറി, നമ്മൾ എന്ത് ചെയ്യണ്ടത്, അതിന്റെ അകത്തുള്ള യൂസറിനെ ഐഡും നമ്മൾ അവിടുന്ന് ആക്ഷൻ പേലോഡ് പോയി പാസ് ചെയ്യുന്ന യൂസറിന്റെ ഐഡി എന്താണ്, ഈക്വൽ ആണോ നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, യൂസർ നമ്മൾ റിമൂവ് ആക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റിട്ടേൺ വരുന്ന ഡാറ്റ ഏതാ നോക്കണം. യൂസർ റൂട്ടിന്റെ അകത്ത് വന്ന് നമുക്ക് റിട്ടേൺ എന്ത് വരുന്നത്, യൂസർ റൂട്ട് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്താ റിട്ടേൺ വരുന്ന ഡാറ്റിന് നമ്മൾ ഐഡി ഓൾറെഡി നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഡിലീറ്റിന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് മുന്നേ ഡിലീറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഹോമിന്റെ അകത്ത് എങ്ങനെ യൂസ് ചെയ്യാം, ഡിസ്പാച്ച് എന്നുള്ള മെത്തഡ് കോൾ ചെയ്യും. ഡിസ്പാച്ച് ഞങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യും, ഡിലീറ്റ് യൂസർ എന്നുള്ള മെത്തഡ് നമുക്ക് അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ ആദ്യം ഡിലീറ്റ് യൂസർ എന്നുള്ളത് വന്നു. ഇവിടെ എന്ത് ചെയ്യാം, അതിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഡിലീറ്റ് യൂസർ ഇവിടെ ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഡിലീറ്റ് യൂസർ ഇമ്പോർട്ട് ചെയ്തെടുത്തു, ഫസ്റ്റ് ഡാറ്റ കൊടുത്തു. ഓക്കെ, ബാക്കിന് എന്ത് ഡാറ്റ പാസ് ചെയ്യുന്നത്, യൂസറിന്റെ ID നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലോട്ട് നമ്മൾ കോൾ ഗെറ്റ് ചെയ്തു, ഡിലീറ്റ് യൂസർ നമ്മൾ ഗെറ്റ് ചെയ്തു. ഇനി നോക്കാനുള്ളത് എന്തെങ്കിലും ഇഷ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ പാർക്ക് എന്ന ഡാറ്റ റിമൂവ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് യൂസർ ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് വീണ്ടും വേറെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ കാരണം എന്നത്. ഓക്കെ, ഇത് ബ്രേക്ക് പോയിന്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് റിമൂവ് ആക്കി കൊടുക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഡിലീറ്റ് എന്നെല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഇഷ്യൂ വരാൻ കാരണം. ഡിലീറ്റ് യൂസർ. ഓക്കെ, യൂസർ കൊടുക്കാം. ഓക്കെ, ഡാറ്റ എന്ത് ചെയ്ത് അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി, റീഫ്രഷ് ആണ് മുന്നത്തെ ഡാറ്റ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇനി എന്താ ചെയ്യാം, നമുക്ക് പുതിയ യൂസറിനെ ആഡ് ആക്കണം. അപ്പൊ അതിന്റെ നോഡ് ചെയ്യണം. അപ്പൊ അതിന് ആഡ് യൂസർ അവിടെ ഉള്ളത് ഇവിടെ സെയിം മെത്തേഡ് ഇത്തിരി കട്ട് ചെയ്ത് ഒഴിവാക്കാം. API ഡോട്ട് പോസ്റ്റ്, സോറി നമുക്ക് ഇവിടെ API നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. API ഡോട്ട് പോസ്റ്റ് മെത്തേഡ് ആണ് പറഞ്ഞു കൊടുക്കാം. നമ്മളെ പാത്ത് എന്ത് ചെയ്യുന്നത്, യൂസേഴ്സ് കോമൺ ഇട്ട് നമ്മൾ ഡാറ്റ യൂസർ ഡാറ്റ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ കോൺസ്റ്റ് ഡിസ്പാച്ച് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡിസ്പാച്ച് എന്താണ് നമ്മളുടെ ആഡ് യൂസർ. ആഡ് യൂസർ എന്ന മെത്തേഡ് ഇവിടെ കോൾ ചെയ്യാം. പ്ലസ് ഡോട്ട് ഡാറ്റ, ഡാറ്റനെ എന്ത് ചെയ്താൽ പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആഡ് യൂസർ വർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആഡ് യൂസർ കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, വർക്ക് ആവുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യാം, സ്ലൈസിന്റെ അകത്ത് വന്നിട്ട് ആഡ് യൂസറിന്റെ അടിയിൽ എന്ത് ചെയ്യാം, ഒരു കൺസോൾ കൊടുക്കാം. സ്റ്റേജിലോട്ട് യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ജസ്റ്റ് മൂന്ന് ബാക്ക് അടിച്ച് വെക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കി നോക്കാം. ജസ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആക്ഷനോട്ട് പേലോഡിൽ എന്താ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് യൂസറിനെ ആഡ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, പേലോഡിനകത്ത് നമുക്ക് ഡാറ്റ വരുന്നുണ്ട്. ഓക്കെ, ഡാറ്റ ഇവിടെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഡാറ്റ ആഡ് ആവുന്നുണ്ട് പേലോഡിനകത്ത്. സെറ്റ് സ്റ്റേജിലോട്ട് യൂസേഴ്സ്. നമ്മുടെ ചെറുതായിട്ട് പുഷിന്റെ പോലെ വേറെ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരാണ് മൊത്തമായിട്ട് നമ്മൾ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റേജിനകത്തുള്ള യൂസേഴ്സിനെ മൊത്തമായിട്ട് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ഷൻ കൊണ്ട് പേലോഡ് എന്നുള്ള നമ്മൾ ആഡ് ചെയ്യുന്ന ഡാറ്റ ഇതിൻ്റെ അകത്ത് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡാറ്റ ഒന്നും ആഡ് ചെയ്ത് നോക്കാം. ഡാറ്റ ആഡ് ആയി. ഓക്കെ, നമ്മുടെ ഡാറ്റ അവിടെ ആഡ് ആവുന്നുണ്ട്. ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യാൻ ചെയ്ത് ആ ആറിന്റെ സൈസ് 2 ആയി മാറി 2 ഡാറ്റ ആഡ് ആയി. ഓക്കെ, ഒന്നും ആഡ് ആക്കുകയാണെങ്കിൽ ആ ഒന്നുകൂടി ആഡ് ആയി 3 ഡാറ്റ ആയിട്ട് 3 ഡാറ്റ ഇപ്പം ആഡ് ആയി. ഓക്കെ, ഇനി നമ്മൾ റിഡക്സ് റിയൽ ടൈം ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ പറ്റും റിഡക്സിന്റെ അകത്ത്, പേജ് റീഫ്രഷ് ചെയ്യാത്ത തന്നെ. ഇനി എക്സാമ്പിൾ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ റീഫ്രഷ് ചെയ്യാത്ത തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ,
നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, അപ്ഡേറ്റും ചെയ്യാൻ നോക്കാം. അപ്ഡേറ്റ് ചെയ്യണ മുന്നേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, അതിന്റെ മെത്തേഡ് ഇതാണ്, അപ്ഡേറ്റ് യു എന്ന് കൊടുക്കാം. സ്റ്റേറ്റ് ഉണ്ടാവും, ആക്ഷൻ. ഓക്കെ, സ്റ്റേറ്റിന്റെ അകത്ത് എന്തുണ്ടോ, യൂസർ കറണ്ടുള്ള യൂസർ നമുക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഷോ ചെയ്യിക്കാൻ നോക്കാം. ഓക്കെ, കറണ്ട് യൂസർ അപ്ഡേറ്റ് ചെയ്യാൻ സെറ്റ് യൂസർ ആക്ഷൻ ടു പാനോട്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ അപ്ഡേറ്റിന്റെ അകത്ത് നമുക്ക് യൂസർ എന്നുള്ള സ്റ്റേറ്റ് നമുക്ക് ആക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് എങ്ങനെ ആക്സ് ചെയ്യാന്ന് പറഞ്ഞു, എങ്ങനെയാണ്, കോൺസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് യൂസ് സെലക്ടർ എന്നുള്ള മെത്തേഡ് ആണ് റിഡക്സിന്റെ അടുത്ത് സ്റ്റേറ്റിനെ ആക്സ് ചെയ്യാൻ. റിഡക്സിന്റെ സ്റ്റേറ്റ് ഓപ്ഷൻ ആണ് സെലക്ടർ. സ്റ്റേറ്റ് ഡോട്ട് യൂസർ ഡാറ്റ നമ്മൾ നെയിം, പിന്നെ നമ്മൾ സ്ലൈസിന്റെ അകത്തുള്ള ആ നെയിം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യണ്ടേ, യൂസർ ഡി എന്ന് കൊടുക്കുന്നുണ്ട്, ഇഷ്യൂ ആയിരിക്കാൻ പറ്റും. പിന്നെ കൺസോൾ ലോഗിനെ പോലെ എന്ത് ചെയ്യാം, ഡിസ്പാച്ചും അതേപോലെ തന്നെ നമുക്ക് എന്താണ് യൂസ് ചെയ്യണം, കോൺസ്റ്റ് ഡിസ്പാച്ച് യൂസ് ഡിസ്പാച്ച് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഡിസ്പാച്ച് യൂസ് ചെയ്യാം. ഡിസ്പാച്ചിനകത്ത് എന്ത് കൊടുക്കണം, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം. ഓക്കെ, കൊടുത്തു. ഇതിനകത്ത് റെസ്പോൺസ് ഡാറ്റ കൊടുത്തു. ഓക്കെ, കറണ്ടിൽ നമുക്ക് നമ്മളെ യൂസറുടെ സ്റ്റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ആദ്യം യൂസർ നമ്മളെ ലോഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്, യൂസർ ഡി എന്ന് ഉണ്ട്. ഓക്കെ, അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, API ചേഞ്ച് ആക്കാം. API പുട്ട് മെത്തേഡ്. ഓക്കെ, API ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. API പുട്ട് മെത്തേഡ് യൂസേഴ്സിന്റെ അകത്ത് എന്ത് ചെയ്തേ, നമ്മളെ യൂസറിന്റെ ID ഡാറ്റയിൽ കൊടുത്തു. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്ഡേറ്റ് വർക്കിംഗ് ആവുന്നുണ്ടോ. ഓക്കെ, ഇവിടെ വന്നത് യൂസർ ഡാറ്റ നമുക്ക് കൊടുക്കേണ്ടത്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. പേരെന്താക്കുന്നുണ്ട്, ചേഞ്ച് ആക്കുന്നുണ്ട്. സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, സബ്മിറ്റ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തേ, നമുക്ക് കറണ്ടിൽ ആ ചേഞ്ച് ആക്കിയ വാല്യൂ എന്ത് ചെയ്തു ഇവിടെ കാണിച്ചു, ഏത് ഡാറ്റ ചേഞ്ച് ആക്കി എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്നുകൂടി എന്താണ്, ഇപ്പോൾ ഇമെയിൽ എന്താണ് 123@gmail.com, നിഷ 123 എന്തൊക്കെയാണ്. ഉണ്ടോ, ഇപ്പൊ ഇമെയിൽ എന്തായി ചേഞ്ച് ചെയ്യും, 123@gmail.com ആയി. അതായത് നമ്മൾ ഡാറ്റ റിയൽ ടൈം ആയിട്ട് നമുക്ക് എന്ത് ഡാറ്റ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നും കൂടി ഉള്ളത് വ്യൂവിന്റെ അകത്താണ്. അപ്പൊ അതെന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം വ്യൂവിന്റെ അകത്ത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു ബേസിക് ആയിട്ട്, ബേസിക് എന്നല്ല നമ്മൾ കംപ്ലീറ്റ് ബേസിക് കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അതായത് MongoDB യൂസ് ചെയ്ത് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, നോഡ് എക്സ്പ്രസ് യൂസ് ചെയ്ത് നമ്മൾ ബാക്ക് എൻഡ് സെർവർ ക്രിയേഷൻ API ബിൽഡിംഗ് ചെയ്യുന്നു, ഫ്രണ്ട് എൻഡ് നമ്മൾ റിയാക്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് സംബന്ധമായിട്ട് പ്രൊജക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് എന്താ ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. എങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ എന്ത് ചെയ്യാം, അതായത് ഇപ്പൊ നമ്മൾ API ഗെറ്റ് എന്ന് കൊടുക്കുക, ലൊക്കേഷൻ പാത്ത് മാറ്റി കൊടുക്കുക, ID കൊടുക്കുക, പിന്നെ സെറ്റ് യൂസറിന്റെ അകത്ത് എന്ത് ചെയ്യാം, ഇതിന് പകരം എന്ത് ചെയ്യാം, അവിടെയുള്ള റിഡക്സിന്റെ അകത്തുള്ള യൂസറിന്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ ചേഞ്ച് ആക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് വേണ്ട കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ റിയാക്ട്
ബാക്ക് എൻഡിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട് ഓണക്കിൽ ഫോൾഡർ, അതായത് ഡാറ്റാബേസ് ഓണക്കിൽ യൂസ് ആണ്. പിന്നെ ലൈബ്രറിൻ്റെ അകത്ത് വരയ്ക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. മിഡിൽ വെയറിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലൊന്നുമില്ല. മോഡൽസിനകത്ത് നമുക്ക് എന്താ ഉള്ളത്, യൂസറിന്റെ മോഡൽസും, അതായത് യൂസറിന്റെ ഡോക്യുമെന്റ് എങ്ങനെ വ്യൂ ചെയ്യിപ്പിക്കാനുള്ള മോഡലാണ് എന്നുള്ളത്. പിന്നെ റൗട്ട്സിന്റെ അകത്ത് നമ്മൾ യൂസർ റൗട്ടും കാര്യങ്ങളും മൊത്തമുണ്ട്. പിന്നെ അപ്ലോഡ്സിന്റെ അകത്ത് നമുക്കൊരു ഇമേജും കാര്യങ്ങളുണ്ട്. സെർവറിന്റെ അകത്താണ് നമ്മൾ എന്തെങ്കിലും ഇൻട്രോക്കെ സ്റ്റാർട്ടിങ് വരുന്നത്, ബേസിക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. സെർവർ ക്രിയേഷൻ, MongoDB കണക്ടിങ്, റൗട്ടർ കണക്ടിങ്, കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്, JSON ഫോർമാറ്റിലാണ് എക്സ്പ്രസ് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് കാര്യങ്ങളൊക്കെ വരുന്നത് സെർവറിന്റെ അകത്താണ്. ഇപ്പൊ റിയാക്ടിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ പല കാര്യം പഠിച്ചു. റിഡക്സ് പഠിച്ചു, അതുപോലെ റൗട്ടിങ് പഠിച്ചു, യൂസ് സ്റ്റേറ്റ്, ഹൂക്സ് കുറെ പഠിച്ചു. യൂസ് സ്റ്റേറ്റ്, യൂസ് മെമോ, യൂസ് കോൾ ബാക്ക്, യൂസ് എഫക്റ്റ്, ഇങ്ങനെ കുറെ ഹൂക്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, യൂസർ ഓഫ് ഇതൊക്കെ പഠിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്കാം. ഇതേപോലത്തെ റിയാക്റ്റീവ് മനസ്സിലായ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഈ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കാണാം. ഓക്കെ, അതിനായിട്ട് മെയിനായിട്ട് നോക്കേണ്ട റിയാക്റ്റീവ് നോക്കേണ്ടത് റിഡക്സ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡാണ് മെയിനായിട്ട് നമ്മൾ റിഡക്സിന്റെ അകത്ത് റിയാക്റ്റിനകത്ത് നോക്കേണ്ടത്. റിഡക്സ് ടൂൾ കിറ്റും പിന്നെ യൂസ് മെമ്മോ, യൂസ് കോൾ ബാക്ക്, ഇങ്ങനത്തെ കുറച്ച് ഹൂക്സ് ഉണ്ട് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മെയിനായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കി ഒന്നുകൂടി ഇന്ന് കണ്ട് ചെക്ക് ചെയ്യും. ഇത്ര നമ്മളെ എൻ്റെ മാൻ സ്റ്റാക്കിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ.